ഈ ഒരു ചെടി ഏതാണെന്നറിയാവോ? എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നമ്മുടെ ഹോളി ഹോക്സ് ആണ് കേട്ടോ ഇത്. നോക്കി, ഇനിയും കുറേ ഫ്ലവർ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നോക്കി എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്. അപ്പോൾ ഇതൊരു വിദേശ ഇനം ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ ചെടി നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്ന് പൂവിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ ചോടുണ്ട് കേട്ടോ, ഞാനിവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെടിയിലൊന്നും ഫ്ലവർ ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ മാത്രമാണ് ഫ്ലവർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലവർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോളി ഹോക്സിൻ്റെ മറ്റൊരു കളർ കേട്ടോ. ആദ്യം കാണിച്ചത് ഒരു ലൈറ്റ് പിങ്ക്, ഇപ്പോൾ കാണിക്കുന്നത് ഒരു എന്താ പറയുക റെഡിനോട് സാമ്യമുള്ളൊരു കളർ. എന്നാൽ റെഡല്ല താനും, എന്നാൽ റെഡിനോടൊരു സാമ്യം ഉണ്ടെന്നാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിലിങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന കാണാനും. അതുപോലെ നല്ല ഒരു ആയുസ്സുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഹോളി ഹോക്സിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവർ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഇനി വിത്തുകളാണ് നമുക്ക് എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് എങ്ങനെയാണ് ഇതെടുക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവ്. ഇത് രസമല്ലേ കാണാനായിട്ട്. നോക്കി, നല്ല എന്താ പറയുക ഒരു വെണ്ട ഇനത്തിൽപ്പെട്ട ചെടിയാണേ. അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഏകദേശം പൂവൊക്കെ തന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ വിത്തായി നിൽക്കും കേട്ടോ. കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടർത്തി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വിത്തുകൾ വരും കേട്ടോ. ഇനി ഇത് നമ്മൾ പാകി മുളപ്പിച്ചിട്ട് വേണം നമ്മൾ നല്ല തൈയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഇതാണ് കേട്ടോ ഹോളി ഹോക്സിൻ്റെ സീഡ്. ഇതൊക്കെ ഞാൻ ഈ ഹോളി ഹോക്സിൻ്റെ പുതിയ ചെടി ഇവിടെ നട്ടു കൊടുത്താണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണേ. ഈ ഒരു ചെടി നമുക്ക് ഫസ്റ്റിലെ നടുന്ന രീതി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതുപോലെ മണ്ണിലോ മണലിലോ നമ്മൾ ഈ വിത്തിട്ട് പാകി മുളപ്പിക്കുക. പാകി മുളപ്പിച്ച് അത്യാവശ്യം തൈ നല്ല മെച്ചുവേർഡായി എന്ന് കാണുമ്പോൾ നമ്മളിതുപോലെ പറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഓരോ പോട്ടിലാക്കിയിട്ട് നട്ടു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഓരോ പോട്ടിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി നടുക. എന്നിട്ട് അത്യാവശ്യം ഈ ഒരു വലിപ്പം വെച്ച പ്ലാന്റൊക്കെ ആയിന്ന് കാണുമ്പം നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ വേറൊരു പോട്ടി മിക്സർ നിറച്ച് നല്ലൊരു പോട്ടിലോ നട്ടു കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളി ചെടിയാക്കി എടുക്കാം കേട്ടോ. ഇതൊരു വെണ്ട ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണേ. അപ്പോൾ നമ്മുടെ കുറച്ച് തൈകളാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നട്ടു കൊടുക്കാനായിട്ട് ഞാൻ പാകി മുളപ്പിച്ച് വെച്ചേക്കണതാണ്. അപ്പം നമ്മുടെ ഹോളി ഹോക്സിൻ്റെ വിത്ത് ഞാനിവിടെ പറിച്ചെടുത്ത് വെച്ചേക്കണതാണ്. ഇത് കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഉണ്ടാകുക. ഇതിൽ തന്നെ ഇങ്ങനെ കുറേ വിത്തുകളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ വിത്ത് പാകി മുളപ്പിക്കുന്നത്.